ഹായ്, ജുവലറി സ്പേസിലെ രണ്ട് കമ്പനികളുടെ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് PN ഗാഡ്ഗിലും, രണ്ട് ചെയ്യാൻ പോകുന്ന PC ജുവലേഴ്സിൻ്റെയാണ്. സോ അവരുടെ രണ്ടുപേരുടെയും Q3 റിസൾട്ടിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ സംസാരിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ടൈറ്റന്റെ അതേപോലെ തന്നെ സെൻകോയുടെയും Q3 റിസൾട്ടിന്റെ അപ്ഡേറ്റിനെ പറ്റി സംസാരിക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫുള്ള് റീറ്റെയിൽ ജുവലറി സെക്ടറിലുള്ള കമ്പനികളുടെ മൊത്തത്തിൽ Q3 അപ്ഡേറ്റ് വന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ വന്നേക്കുന്നത്, ഏതൊക്കെ കമ്പനികളാണ് പെർഫോം ചെയ്തിരിക്കുന്നത്, ഏറ്റവും നന്നായിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്യുന്ന കമ്പനി ഏതാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ആ ഫൈനൽ വീഡിയോയിൽ, അതായത് മൂന്നാമത് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ വീഡിയോസ് എല്ലാം ഇന്നും നാളെയായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് PN ഗാഡ്ഗിലിന്റെ അപ്ഡേറ്റിലേക്ക് നോക്കാം. PN ഗാഡ്ഗിലിൽ 46% റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ജുവലറി സ്പേസിലുള്ള എല്ലാ കമ്പനികളും നോക്കിയാൽ അറിയാം, എല്ലാ കമ്പനികളിലും നല്ല ഗ്രോത്തിൽ നല്ല ഇൻക്രീസ് വന്നായിട്ട് കാണാൻ പറ്റും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ Q2 സമയത്ത്, അതായത് കഴിഞ്ഞൊരു 3 മാസം മുമ്പ് ഗോൾഡ് ഉണ്ടായിരുന്ന പ്രൈസിനെ കഴിഞ്ഞ് ഏകദേശം 23% ഗോൾഡിന്റെ പ്രൈസ് ഈ Q3 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഇയർ ഓൺ ഇയർ നോക്കിയാൽ കഴിഞ്ഞ ഡിസംബറിൽ നിന്ന് ഈ ഡിസംബറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 65% ഗോൾഡിന്റെ പ്രൈസിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളുടെ റിസൾട്ടിൽ ഗ്രോത്ത് വളരെ നല്ല രീതിയിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ കല്യാണിന്റെ ഓൾറെഡി ബിസിനസ് അപ്ഡേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കല്യാണിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 42%. കഴിഞ്ഞ ക്വാർട്ടറിൽ 30%. PN ഗാഡ്ഗിലിൽ നോക്കിയാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ 31%. ഈ ക്വാർട്ടറിൽ നോക്കിയാൽ 46% അവരുടെ റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അവർക്ക് റവന്യൂ വരുന്ന രണ്ട് സ്ട്രീമാണല്ലോ, ഒന്ന് റീറ്റെയിലും ഉണ്ട്, പിന്നെ നോൺ റീറ്റെയിൽ എന്ന് പറഞ്ഞുകൊണ്ട്. റീറ്റെയിലിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് അവരുടെ കമ്പനി ഓൺഡ് സ്റ്റോർസിൽ നിന്ന് വരുന്ന റീറ്റെയിൽ ആയിട്ട് ഗോൾഡ് സെല് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ജ്വല്ലറീസ് സെല് ചെയ്യുന്ന സമയത്ത് വരുന്ന റവന്യൂ ആണ് റീറ്റെയിലിൽ കാണിക്കുക. അതിൽ 46% ഗ്രോത്ത് ഉണ്ട്. അതേപോലെ തന്നെ കോമേഴ്സ്, അതായത് അവർ ഓൺലൈനിൽ സെല് ചെയ്യുന്നുണ്ട്, അതിൽ കാണിക്കുന്നതാണ് ഒന്ന് കോമേഴ്സിന്റെ അണ്ടറിൽ കാണിക്കും. രണ്ടാമത് പിന്നെ വേറൊരു സെഗ്മെന്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ നിന്ന് വരുന്ന റവന്യൂയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. അതിനകത്ത് കോമേഴ്സിൽ നിന്ന് അവരുടെ റവന്യൂയിലേക്ക് ഏകദേശം 7.7% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കോമേഴ്സിൽ നിന്ന് വരുന്ന റവന്യൂ. അതിൽ ഗ്രോത്ത് വന്നിരിക്കുന്ന 138%. സെയിം ടൈമിൽ ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ നിന്ന് ടോപ്പ് ലൈനിലേക്ക് റവന്യൂയിലേക്ക് 5% മുകളിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ 12% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 12% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഫ്രാഞ്ചൈസിയിൽ നിന്ന് വന്നിരിക്കുന്ന റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ റീറ്റെയിലിൽ നിന്ന് വന്നിട്ട് കമ്പനി ഓൺഡ് സ്റ്റോഴ്സിൽ നിന്ന് വന്നിരിക്കുന്നത് ഏകദേശം 46% ഗ്രോത്തും ഫ്രാഞ്ചൈസിയിൽ നിന്ന് 12%. ഈ ഫ്രാഞ്ചൈസി മോഡൽ ഇവർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവർ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്, അതായത് ക്യാപിറ്റൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന വേറെ ആളുകളായിരിക്കും. അതിനുശേഷം കമ്പനി അവിടെ ഓപ്പറേഷൻസും കാര്യങ്ങളെല്ലാം നടത്തുന്നത് PN ഗാഡ്ഗിലിന്റെ സ്റ്റാഫ് ആയിരിക്കും. അതായത് ക്യാപിറ്റൽ ലൈറ്റ് ആയിട്ട് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് ഈ ഫ്രാഞ്ചൈസി മോഡലിലേക്ക് കമ്പനികൾ കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഗ്രോത്ത് നമ്മൾ ആൻസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഫ്രാഞ്ചൈസി മോഡലിൽ നിന്ന്. കാരണം അവർ എക്സ്പാൻഡ് ചെയ്യുന്ന ഫ്രാഞ്ചൈസി മോഡലിലായിരിക്കും. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ഗ്രോത്ത് വരേണ്ടതുണ്ട്. സോ അത് എന്തുകൊണ്ടാണ് അവിടെ ഈ പറഞ്ഞ 12% കുറഞ്ഞു പോയെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത് അവരുടെ മാനേജ്മെന്റ് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത മാസം തന്നെ ആയിരിക്കും അത് ഫുൾ റിസൾട്ട് വരുന്ന സമയത്താണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ സമയത്ത് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ബാക്കി രീതിയിൽ നോക്കിയാൽ ഓവറോൾ അവരുടെ മൊത്തത്തിൽ എല്ലാ ബിസിനസ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 46% തന്നെയുണ്ട്. അതിനകത്ത് ബുള്ളിയന്റെ സെയിൽസ്, അതായത് B2B ബുള്ളിയൻ സെയിൽസ് ഒഴിവാക്കിയതിന് ശേഷം, ബുള്ളിയന്റെ സെയിൽ അവർ കഴിഞ്ഞ Q3 തൊട്ട് തന്നെ ഒഴിവാക്കി തുടങ്ങിയാണ്. സോ അത് ആ സമയത്ത് ഏകദേശം 10% ഉണ്ടായിരുന്നു റവന്യൂ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ അത് 4% താഴെയാണ്. അതുകൊണ്ട് തന്നെ ബുള്ളിയന്റെ സെയിൽസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. സോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് റിസൾട്ട് എടുത്തിട്ട് ഇത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 35% ഗ്രോത്തെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയല്ല അവിടെ റീറ്റെയിലിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ റീറ്റെയിൽ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 46% ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെയാണ് കൃത്യമായിട്ട് കമ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. കമ്പനിയുടെ പെർഫോമൻസ് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 46%-ൽ കമ്പനിയുടെ SSSG എന്ന് പറഞ്ഞാൽ, അതായത് കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോറൂംസിൽ നിന്ന് വരുന്ന റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 32% ഉണ്ട്. SSSG നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. SSSG ഒക്കെ ഈ രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസിലുണ്ടാകുന്ന ഹൈക്കാണ്. മൊത്തത്തിൽ ഈ കമ്പനികളിലൊന്നും വോളിയം ഗ്രോത്ത് അധികം വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഗോൾഡിന്റെ പ്രൈസ് ഇത്രയും കൂടിയോണ്ട് തന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുതൽ ചെയ്തിരിക്കുന്നത്. അവരുടെ ASP കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ആവറേജ് സെല്ലിംഗ് പ്രൈസ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിലാണ് ഈ കമ്പനികൾക്കെല്ലാം ഗ്രോത്ത്. അതുകൊണ്ടാണ് ഈ കമ്പനികളുടെ എല്ലാ SSSG നോക്കിയാൽ നല്ല ഗ്രോത്ത് കാണാൻ പറ്റുന്നത്. പഴയ ഷോറൂംസിലൊക്കെ പഴയ സ്റ്റോഴ്സിലൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് SSSG ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ഏകദേശം 3 സ്റ്റോഴ്സ് ആണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ ആഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ Q2 എൻഡ് ചെയ്ത സമയത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് 63 ഷോറൂംസ് ആണ് മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ 66 ഷോറൂംസ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവർ അത് ഈ 3 അവരുടെ കമ്പനി ഓൺഡ് ആയിട്ടുള്ള ഷോറൂംസ് ആണ് ഈ 3 വന്നിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ 25, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത സമയത്ത് അവർക്ക് 53 സ്റ്റോഴ്സ് ആണ് മൊത്തം ഉണ്ടായിരുന്നത്. അവിടുന്ന് ഏകദേശം 20 to 25 സ്റ്റോഴ്സ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ FY26 ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നോക്കിയാൽ അവർക്ക് ഏകദേശം 73 to 78 വരെയാണ് ഷോറൂമിന്റെ കൗണ്ട് വരേണ്ടത്.
അത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 66 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഷോറൂമിന്റെ കൗണ്ട്, ഓപ്പണിംഗ് കൗണ്ട് കുറഞ്ഞൊന്നൊരു സംശയം വന്നേക്കാം. പക്ഷെ മാനേജ്മെന്റ് ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ക്വാർട്ടറിൽ, അതായത് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ വരുന്ന Q4 കമ്പനി 12 to 14 പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ 78 മുതൽ 80 ഷോറൂം വരെ ആകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത്. അത് നോക്കിയാൽ ഷോറൂം ഓപ്പണിംഗിന് 50% ഗ്രോത്ത് ആണ് വരുന്നത്. സോ ഇങ്ങനെയുള്ള റീറ്റെയിൽ കമ്പനികൾക്ക് രണ്ട് രീതിയിലാണ് ഗ്രോത്ത് വരുന്നത്. ഒന്ന് വോളിയം ഗ്രോത്തും, ഒന്ന് വാല്യൂ ഗ്രോത്തും. വാല്യൂ ഗ്രോത്ത് ഓൾറെഡി ഇപ്പോൾ സ്വർണ്ണത്തിന്റെ പ്രൈസ് കൂടുന്നതുകൊണ്ട് തന്നെ ആ രീതിയിൽ വാല്യൂവിൽ ആ രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. സെയിം ടൈമിൽ വോളിയം ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റോഴ്സ് ആഡ് ചെയ്യണം. അത് 50% ഇവർ സ്റ്റോഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് ഒരു പക്ഷേ ശകലം കുറഞ്ഞാൽ പോലും ഇവരിൽ ഈ ഒരു ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് PN കാർഡിന്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. പിന്നെ അവരുടെ സ്റ്റഡഡ് റേഷ്യോ നോക്കിയാൽ 8.4% ഉണ്ട്. ഈ സ്റ്റഡഡ് റേഷ്യോ കൂടുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മാർജിൻസ് കൂടുതലായിട്ട്, അതായത് സ്റ്റഡഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് സെല് ചെയ്യുമ്പോൾ അവർക്ക് മാർജിൻസ് കൂടുതലായി വരും. അതുകൊണ്ട് തന്നെ ഇവർ സ്റ്റഡഡ് പോർഷൻ ഏകദേശം 12 to 15% എത്തിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. അത് ആ രീതിയിൽ തന്നെ അവർ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 8.4% ഉണ്ട് സ്റ്റഡഡ് റേഷ്യോ എന്ന് പറഞ്ഞത്. അതായത് സ്റ്റഡഡ് ജ്വല്ലറീസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 8.4% ഉണ്ട്. കല്യാണം ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ രീതിയിൽ നോക്കിയാൽ അത് മാർജിൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനും പ്രോഫിറ്റ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതും നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ PN കാർഡിനെ പറ്റി പറയാനുള്ളത്. രണ്ടാമതിൽ പറയാനുള്ളത് PC ജുവലേഴ്സ് ആണ്. PC ജുവലേഴ്സ് ഞാൻ അത്ര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയല്ല. കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 63% ഉണ്ടായിരുന്നു. ഈ ക്വാർട്ടറിൽ നോക്കിയാൽ അത് 37% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അപ്ഡേറ്റ് വരുന്ന കമ്പനികളിൽ ഏറ്റവും കുറവ് റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത് PC ജുവലേഴ്സിനാണ്, 37%. പിന്നെ അതുപോലെ തന്നെ കമ്പനിയിൽ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡെപ്റ്റിന്റെ ബാങ്കുകളായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും, അത് കഴിഞ്ഞ 2024 അത് ക്ലിയർ ചെയ്തിരുന്നത്. ഇപ്പൊ അവർ ഏകദേശം അവിടുന്ന് അവരുടെ ഡെപ്റ്റ് ഏകദേശം 68% കുറച്ചിട്ടുണ്ട്. അവർക്ക് നെറ്റ് ഡെപ്റ്റ് ഫ്രീ ആകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കമ്പനിയിൽ ഞാൻ കൂടുതലായിട്ട് ഇൻട്രസ്റ്റഡും അല്ല. സെയിം ടൈമിൽ അവർ ഈ പറഞ്ഞ പോലെ പെർഫോമൻസും ആ ഒരു രീതിയിൽ, അതായത് ബാക്കിയുള്ള കമ്പനികളുടെ അത്രയും രീതിയിൽ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ നോക്കിയാൽ 63, അതിന് മുമ്പിൽ നോക്കിയാൽ 80% ആ ഒരു രീതിയിൽ ഗ്രോത്ത് വന്നിരുന്നു. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒരു നോർമലൈസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് അവർ എത്രയാണ് പെർഫോം ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് റിസ്കിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെ കുറെ ഇഷ്യൂസ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ PE റേഷ്യോ നോക്കിയാലും ഏകദേശം 12 PE റേഷ്യോ കിടക്കുന്നത്. കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ആ സ്റ്റോക്ക് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂഷൻ നോക്കിയിട്ട് വാല്യൂഷൻ കുറഞ്ഞ സ്റ്റോക്കാണെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ അവർ UP ഗവൺമെന്റുമായിട്ട് ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 1000 ഷോറൂംസുകൾ അവിടെ ഓപ്പൺ ചെയ്യാനായിട്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു നറേറ്റീവ് കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്കത് കൃത്യമായിട്ട് റിസൾട്ടിൽ, അല്ലെങ്കിൽ ഇവരുടെ റവന്യൂ നമ്പേഴ്സിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ അത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനെയൊക്കെ കാര്യമായിട്ട് എടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇതാണ് PC ജുവലേഴ്സിന്റെ നമ്പേഴ്സ്. അപ്പോൾ PN കാർഡിലും PC ജുവലേഴ്സും നമ്മൾ സംസാരിച്ചു. അടുത്ത വീഡിയോയിൽ നമുക്ക് സെൻകോയും ഡേറ്റിനും നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് മൊത്തം ഈ ഒരു സെക്ടറിനെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് കമ്പനികളാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഏത് കമ്പനിയാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അടുത്ത വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വീഡിയോയിൽ മൊത്തത്തിൽ ഈ ഒരു സെക്ടറിനെ പറ്റിയിട്ട് തന്നെ സംസാരിക്കാം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.